കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാജ്യത്തുടനീളമുള്ള കർഷകർക്കും കേരളത്തിലെ 30 ലക്ഷത്തോളം വരുന്ന കർഷകർക്കും കേന്ദ്ര സർക്കാരിന്റെ വമ്പൻ പദ്ധതിയായ കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ആനുകൂല്യം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 21 തീയതി വരെയായിരുന്നു EKYC ലാൻഡ് സീഡിംഗ് അക്കൗണ്ടിൽ പിഴവുള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കാനുള്ള സമയം തുടങ്ങിയവ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത്. ഇത് പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിലേക്കോ കേന്ദ്ര സർക്കാർ തുക വിതരണം ചെയ്യുവാൻ പോവുകയാണ്. 2000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകാൻ പോകുന്നത്. ആനുകൂല്യം മുടങ്ങിയവർക്കാണ് 4000 രൂപ മുതൽ 10,000 രൂപ വരെ എത്തിച്ചേരുന്നത്. അല്ലാത്തവർക്കെല്ലാം, അതായത് 15ാം ഗഡു വരെ മുടങ്ങാതെ തുക ലഭിച്ചവർക്ക് 2000 രൂപയായിരിക്കും അക്കൗണ്ടിലെത്തുക. ഇതിന്റെ വിതരണം നടക്കുന്നത് ഫെബ്രുവരി 28 തീയതി ബുധനാഴ്ചയാണ്. ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ തുക വിതരണം ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനമാണ് PM കിസാൻ. 15 ഗഡു വിതരണത്തിലൂടെ 30,000 രൂപ ഓരോ കർഷകനും PM കിസാനിലൂടെ ലഭിച്ചിട്ടുണ്ട്. 16ാം ഗഡു വിതരണമാണ് ഈ മാസം, അതായത് ഫെബ്രുവരി 28 തീയതി നടത്താൻ പോകുന്നത്. കേന്ദ്ര സർക്കാരാണ് തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് സമയത്താണ് വിതരണമെന്ന് വ്യക്തമായി അറിയിച്ചിട്ടില്ല. അറിയുമ്പോൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതിലെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് പ്രത്യേകം പരിശോധിക്കുക. ഇനാക്റ്റീവായി കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേർന്നാൽ നമുക്ക് തുക പിൻവലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി പുതുതായി ഏതെങ്കിലും ആവശ്യങ്ങൾക്കെടുത്ത ബാങ്ക് അക്കൗണ്ട് ആധാർ സമർപ്പിച്ചെടുത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരം ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തുക. അതായത് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക. PM കിസാൻ പദ്ധതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ തുക എത്തണമെന്ന് നിർബന്ധമില്ല. ആധാർ അധിഷ്ഠിതമായ വിതരണമായതിനാലാണ് ഈ ക്രമീകരണം ഉള്ളത്. ഇനിയും EKYC ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കാത്തവർക്കും ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും പിഴയുള്ളവർക്കും ഇതൊക്കെ ഇനിയും പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ അവർക്ക് ഈ 16ാം ഗഡു തുക ലഭിക്കില്ല. ആ ഗഡു വിതരണത്തിന് വേണ്ടിയുള്ള സംവിധാനം പൂർത്തിയായതിനാൽ ആ തുക പ്രക്രിയകൾ പൂർത്തിയാക്കിയതിനു ശേഷം 17ാം ഗഡു വിതരണം നിർവഹിക്കുന്ന സമയത്ത് മുടങ്ങിയ തുക ഉൾപ്പെടെ ലഭിക്കുവാനാണ് സാധ്യത. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ക്ഷേമ പദ്ധതികളുടെ കൂടുതൽ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.